പാർട്ടി അങ്ങനെ ഒരു സ്ഥാനം ആര്യയെ ഏൽപ്പിച്ചപ്പോൾ അത് വേണ്ട രീതിയിൽ നിർവഹിക്കാൻ ആര്യയ്ക്ക് കഴിഞ്ഞു. മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആര്യ രാജേന്ദ്രൻ എസ് എന്ന ഞാൻ ഡിസിഷനുകൾ എടുക്കുന്ന സ്ത്രീകളെ നോക്കി ധിക്കാരികളെന്ന് വിളിക്കുക, ധാർഷ്ട്യമുള്ളവരായി വിളിക്കുക. അപ്പം അങ്ങനെ പല പേരുകൾ എന്നെ സംബന്ധിച്ച് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് ഈ രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്ത് നിന്ന്. ഞാൻ വ്യക്തമായി പറയാം, ഈ പ്രായത്തിൽ മേയറായിട്ടുണ്ട് എങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാനും അറിയാം. പ്രധാനമന്ത്രി ഈ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഞങ്ങളുടെ മേയർ പോയി സ്വീകരിക്കും എന്നാണ് BJPയുടെ ആളുകൾ പ്രചരണം നടത്തിയത്. BJPക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് ഒരു പ്രായം കുറഞ്ഞ ഒരു യുവജന ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. വികസനം ചർച്ചയാവുമ്പോൾ ആര്യ സ്ഥാനാർത്ഥിയായാൽ ശരിയാവില്ല, അതുകൊണ്ട് മാറ്റി നിർത്തി. നമസ്കാരം. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. മുന്നണികളിലെല്ലാം പ്രചാരണ തിരക്കിലാണ്, ഏറെ വിജയപ്രതീക്ഷയിലുമാണ്. ഈ സമയം എനിക്കൊപ്പമുള്ളത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനാണ്. ആര്യ, സ്വാഗതം. നമസ്കാരം. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പും തിരുവനന്തപുരം കോർപ്പറേഷനും എന്നും ഓർത്തു വയ്ക്കുന്ന ഒന്നാണ്. മറ്റു തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചരിത്രത്തിൻ്റെ ഭാഗമായ ഒന്നാണ് 2020. കേവലം 21 വയസ്സുള്ള ഒരു പെൺകുട്ടി ആരും കൊതിക്കുന്ന തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് എത്തിയെന്നതാണ് ആ പ്രത്യേകത. 5 വർഷത്തെ എങ്ങനെയാണ് ആര്യ നോക്കിക്കാണുന്നത്? എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു 5 വർഷമാണ് കടന്നുപോയത്. ഒരുപാട് മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്നത് വലിയ സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. അതിനപ്പുറം ജനങ്ങളാകെ വലിയ അംഗീകാരം ഈ ഭരണസമിതിക്ക് നൽകിക്കഴിഞ്ഞു എന്നുള്ളതും, ഏത് മേഖല പരിശോധിച്ചാലും തിരുവനന്തപുരം നഗരസഭയ്ക്ക് വലിയ നേട്ടങ്ങൾ, അത് പുരസ്കാരങ്ങളുടെ മേഖലയിലാകട്ടെ, പുരസ്കാരങ്ങൾ ലഭിക്കുന്നതാകട്ടെ, തുടങ്ങി വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചു എന്നതും ഒരു ചരിത്രത്തിൻ്റെ കൂടി ഭാഗമാകുകയാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാർട്ടി അങ്ങനെ ഒരു സ്ഥാനം ആര്യയെ ഏൽപ്പിച്ചപ്പോൾ അത് വേണ്ട രീതിയിൽ നിർവഹിക്കാൻ ആര്യയ്ക്ക് കഴിഞ്ഞു. സ്വയം ഒരു വിലയിരുത്തൽ അത് എങ്ങനെയാണ്? നമ്മൾ സ്വയം നമ്മളെ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെപ്പറ്റി നല്ലതേ പറയുള്ളൂ. എനിക്ക് ആ അഭിപ്രായം തന്നെയുള്ളത്. നമ്മൾ സ്വയം വിലയിരുത്തുന്നതിനോടൊപ്പം ജനങ്ങൾക്ക് എന്താണ് നമ്മളെപ്പറ്റി പറയാനുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നൊരു കാര്യം. നമ്മുടെ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം എത്ര തന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും 4 ഉപതെരഞ്ഞെടുപ്പുകൾ, ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ഞങ്ങളെ വിശ്വസിച്ച് വിജയിപ്പിച്ചു വിട്ടു എന്ന് ജനങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ജനങ്ങൾ ശരിയായ വിലയിരുത്തൽ ഞങ്ങളെപ്പറ്റി നടത്തിയത് കൊണ്ടാണ്, ഞാനുൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളെ വിലയിരുത്തിയത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം സാധ്യമായത് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ പൂർണ്ണമായി ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ ഒരു ഭരണസമിതി എന്ന നിലയിൽ ഞങ്ങൾക്കെല്ലാം കഴിഞ്ഞു എന്നതിലുള്ള ആത്മവിശ്വാസവും സംതൃപ്തിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 2020 ഓർത്തു പോവുകയാണ് ഞാൻ. അന്ന് ആര്യ മേയർ സ്ഥാനത്തേക്ക് വന്ന ആ സമയം വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. LKG കുട്ടിയെ അല്ല മേയർ സ്ഥാനത്ത് ഇരുത്തേണ്ടത് എന്ന് വരെ കേട്ടു. അതൊക്കെ കേട്ടപ്പോൾ വാശി തോന്നിയോ? സാധാരണ പെൺകുട്ടികൾക്ക് തോന്നും, വാശി തോന്നും. ആര്യയ്ക്ക് അതുണ്ടായോ എന്ന് എനിക്കറിയില്ല. പ്രായമല്ല കാര്യം, പ്രവൃത്തിയിലാണ് കാര്യമെന്ന് തെളിയിക്കണം എനിക്ക് എന്ന് തോന്നിയോ? അപ്പോൾ തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പിലെ നമ്മൾ നേരിടുമ്പോൾ 21ാമത്തെ വയസ്സിൽ ആണ് സാധാരണ നമ്മൾ തെരഞ്ഞെടുപ്പിൽ 21 വയസ്സാവുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നവർ, പ്രത്യേകിച്ചും ഒരു ഭരണ നേതൃത്വത്തിലേക്ക് വരുന്ന അധ്യക്ഷന്മാരായി തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രത്യേക പ്രായപരിധിയൊന്നും ഇന്നത്തെ നമ്മുടെ ഇലക്ഷൻ സിസ്റ്റത്തിൽ പറയുന്നില്ല. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രായം മാത്രമാണ് ആകെ പറയുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ്, അങ്ങനെ മറ്റ് നിയമപരമായി മറ്റ് വിഷയങ്ങളൊന്നും ഇല്ലാത്തപ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് CPIM എന്ന പ്രസ്ഥാനം മേയറായി ഒരു 21 വയസ്സുകാരി വരട്ടെ എന്ന് തീരുമാനിച്ചത്. നമ്മൾ നോക്കൂ, ആദ്യം ഇപ്പോൾ ഇവിടെ ചോദിച്ചതുപോലെ തന്നെ ആദ്യം LKG കുട്ടി എന്ന് പറഞ്ഞ് കളിയാക്കുക, പിന്നെ വളരെ സ്ട്രോങ് ആയി നമ്മൾ സ്ത്രീകൾ ഡിസിഷൻ മേക്കറുകളായി മാറുമ്പോൾ, ഡിസിഷൻ മേക്ക് ചെയ്യേണ്ട ആളുകളായി മാറുമ്പോൾ അങ്ങനെ ഡിസിഷനുകൾ എടുക്കുന്ന സ്ത്രീകളെ നോക്കി ധിക്കാരികളെന്ന് വിളിക്കുക, ധാർഷ്ട്യമുള്ളവരായി വിളിക്കുക.
അപ്പോൾ അങ്ങനെ പല പേരുകൾ എന്നെ സംബന്ധിച്ച് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് ഈ രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്ത് നിന്ന്. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ എന്നും ഞാൻ അവരുടെ ഒരു മകളെപ്പോലെ, നഗരമാതാവ് അല്ലെങ്കിൽ നഗരത്തിൻ്റെ പിതാവ് എന്നാണ് മേയറിനെ സാധാരണ പറയുക. പക്ഷേ പ്രായം കൊണ്ടും അവരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ടും ഒരുപക്ഷെ ജനങ്ങൾ ഒരു മകളെപ്പോലെ സ്വീകരിച്ചു എന്നാണ് എല്ലാവരുടെയും നമ്മളോടുള്ള സമീപനം കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടല്ലോ, പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ കഴിഞ്ഞ 5 വർഷങ്ങൾ വലിയ പ്രതിപക്ഷ സമരങ്ങളുണ്ടായ വർഷങ്ങളാണത്. നമ്മുടെ കൺമുന്നിൽ കണ്ടതാണത്. എങ്ങനെയായിരുന്നു അതൊക്കെ തരണം ചെയ്തത് ആര്യ? സമരങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ വേദി എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞത് പതിവിൽ നിന്ന് വിപരീതമായി. അതെ. അല്ല, അതിന്റെ ഉത്തരം ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞ കാര്യത്തിനോട് കണക്ട് ചെയ്ത് ഞാൻ പറയാം. ഇപ്പൊ സ്ത്രീകൾ ഒരു ചുമതലയിലേക്ക് വരുമ്പോൾ, സ്ത്രീകൾ അധികാര സ്ഥാനത്തേക്ക് വരുമ്പോൾ സാധാരണ പെട്ടെന്ന് സംസാരിക്കാതെ ഒരുപക്ഷെ കുറച്ച് പാവമായിട്ട് പെട്ടെന്ന് ഒരു കാര്യങ്ങൾ പറയാൻ കുറച്ച് മടിക്കുന്നവർ നമുക്കറിയാം. പല ആളുകളും പല സ്വഭാവത്തിലുള്ളവരാണ്. ചിലപ്പോൾ പെട്ടെന്ന് എല്ലാവരും പ്രതികരിക്കണം എന്നില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പറയുക ഇതൊരു പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ്, അല്ലെങ്കിൽ മറ്റാരോ നിയന്ത്രിക്കുന്നവരാണ് ഇവരെന്ന് പറയുക. പക്ഷേ നന്നായി കൃത്യമായി പെട്ടെന്ന് കാര്യങ്ങൾ പറയുകയും പെട്ടെന്ന് ഡിസിഷൻ മേക്കേഴ്സായി സ്ത്രീകൾ മാറുമ്പോൾ പെട്ടെന്ന് ധിക്കാരികളെന്ന് പറയുക. അപ്പോൾ എനിക്ക് ഒരുപക്ഷെ തോന്നിയിട്ടുള്ളത് യുവജനമായതുകൊണ്ട്, സ്ത്രീ ആയതുകൊണ്ട്, പിന്നെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം നമുക്കറിയാം. പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു 5 വർഷം മുൻപുള്ള പൊളിറ്റിക്കൽ സാഹചര്യം അല്ല ഉണ്ടായിരുന്നത്. BJP തന്നെ ഈ 2020 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് പ്രചരണം നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങളുടെ പ്രധാനമന്ത്രി, അതായത് BJP അധികാരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി ഈ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഞങ്ങളുടെ മേയർ പോയി സ്വീകരിക്കും എന്നാണ് BJPയുടെ ആളുകൾ പ്രചരണം നടത്തിയത്. അപ്പോൾ അത്രയും ലക്ഷ്യം വെച്ചിരുന്ന, ഒരു കോർപ്പറേഷൻ പിടിക്കാമെന്ന ലക്ഷ്യം വെച്ചിരുന്ന BJPക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 55 സീറ്റുകൾ ആദ്യഘട്ടത്തിൽ ലഭിക്കുകയും പിന്നെ സ്വാഭാവികമായും ഒരു പ്രായം കുറഞ്ഞ ഒരു യുവജന ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. നമ്മൾ അതിൻ്റെ തുടർച്ചയായി കാണേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJPയുടെ 20-25 വർഷമായി BJP വെച്ചിരുന്ന ഒരു വെള്ളാർ വാർഡ്, ആ വാർഡ് ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചുപിടിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് സാധിച്ചു എന്നതും ഈ കാലഘട്ടത്തിലുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ആശിച്ചത് കിട്ടാതെയാകുമ്പോൾ വരുന്ന ഫ്രസ്ട്രേഷൻ, അതെല്ലാം ഈ ഭരണസമിതിക്ക് ചുമതലയേറ്റ ദിവസം മുതൽ അവരെല്ലാം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആരും ആശങ്കപ്പെട്ടിരുന്നില്ല. വികസന പ്രവർത്തനങ്ങൾ നടത്തുക, ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ BJPക്കോ കോൺഗ്രസിനോ ഇനിയില്ലെങ്കിൽ മറ്റാർക്കെങ്കിലോ അവർക്കൊക്കെ വരണമെങ്കിൽ അവർക്ക് വരാം. കാരണം അങ്ങനെ തുറന്ന നിലയിൽ തന്നെ ഈ വികസന പ്രവർത്തനങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ, ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയാൻ ഞങ്ങളൊക്കെ തീർച്ചയായും തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. ആര്യ പറഞ്ഞല്ലോ, ഇപ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കാൻ ഞങ്ങളുടെ മേയർ, തിരുവനന്തപുരത്തെ മേയർ എന്ന് BJPക്കാർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ കാര്യം ഞാൻ തന്നെ പല ചർച്ചകളിലും BJPയുടെ നേതൃസ്ഥാനത്തുള്ളവരോട് ചോദിച്ചിട്ടുള്ളതാണത്. അപ്പോൾ അവരത് തള്ളിയിട്ടുണ്ട്. ആദ്യവും തള്ളിയിട്ടുണ്ട്, തുടക്കത്തിലുമുണ്ട്. ഈ 2020 അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത നാളിൽ വരെ അവർ തള്ളിയിട്ടുണ്ട്. അവർ പറഞ്ഞത് അത് ചില അനുഭാവികൾ പറഞ്ഞതാണ്, ഞങ്ങളുടെ മുദ്രാവാക്യമേ അല്ല എന്നാണ് പറഞ്ഞത്. അല്ല, BJP പറഞ്ഞ കാര്യം പിന്നീട് അത് അബദ്ധമായപ്പോൾ BJP അംഗീകരിച്ച ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് പറയാൻ പറ്റുമോ? BJP ആദ്യം ഇതൊക്കെ പറയും, പിന്നെ അത് നടന്നില്ല എന്ന് കരുതുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം BJP അംഗീകരിച്ചതായി നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഒരു പരിപാടിയിൽ അദ്ദേഹം പറയുന്നു നിങ്ങളുടെ എല്ലാം അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വരും. ഒരു ചാനൽ ചർച്ചയിൽ BJPയുടെ അന്നത്തെ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞത് ഞങ്ങളുടെ പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ്. അതേസമയം ആ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അവതാരകൻ ആ വോയിസ് റെക്കോർഡ് കേൾപ്പിക്കുമ്പോൾ പറയുകയാണ് ഇത് മറ്റേ എഡിറ്റ് ഞാൻ ഈ 2 തവണ ഈ സംസാരം ഇതെന്ന് പറഞ്ഞത് അവരുടെ അതേ വാക്ക് കടമെടുത്ത് പറഞ്ഞതാണ്. ആ വാക്ക് ആ ഹിന്ദിയിലുള്ളത് തർജ്ജിമ ചെയ്ത് നോക്കൂ നിങ്ങൾ, എന്താണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ BJP എന്നാണ് അവരുടെ ഒരു നിലപാട് അവർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അവരെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവസരം വരുമ്പോൾ അതിങ്ങനെ മാറ്റി മാറ്റി പറയുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ പ്രചരണം നടത്തിയ ഒരു കോർപ്പറേഷൻ അവർ പിടിച്ചെടുക്കും. ഇപ്പോഴും അവർ ആ പ്രചരണം നടത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ കേന്ദ്ര നേതാക്കൾ മുതൽ ഏറ്റവും മുതിർന്ന നേതാക്കൾ മുതൽ എല്ലാവരും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും എന്ന വ്യാമോഹത്തോടു കൂടി നടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ആര്യ ഇത്തവണ കോർപ്പറേഷനിൽ മത്സരിക്കുന്നില്ല, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്.
അതിനും കുറേ വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പല വഴിക്കും കേട്ടു. അതിൽ കേട്ടത് വികസനം ചർച്ചയാവുമ്പോൾ ആര്യ സ്ഥാനാർത്ഥിയായാൽ ശരിയാവില്ല, അതുകൊണ്ട് മാറ്റി നിർത്തി, അങ്ങനെയും പറയുന്നുണ്ടായിരുന്നു. കേട്ടില്ലേ അത്? ഞാൻ കേട്ടിരുന്നു. ശരിക്കും വികസനം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പം എല്ലാ വാർഡിലും പോയി സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പോൾ 101 വാർഡിലേക്കാണ് കോർപ്പറേഷൻ മാറുന്നത്. ഇപ്പോൾ മത്സര രംഗത്തേക്ക് വരിക, ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം ഈ BJPയുടെ ഒക്കെ നേതാക്കൾ ഇത് പറയുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ, അവരുടെയൊക്കെ ജീവിതത്തിലെ ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. അവരുടെ ഒന്നും ജീവിതം വെച്ചിട്ട് ഞങ്ങളുടെ ജീവിതം താരതമ്യം ചെയ്യാൻ നിൽക്കരുത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാട്, ആ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ പാർട്ടിയെ ഒന്ന് തള്ളിപ്പറയണം. അത് പറഞ്ഞാൽ ഇപ്പോൾ നല്ല കയ്യടി ആര്യ രാജേന്ദ്രന് കിട്ടും. ആ കയ്യടി തൽക്കാലം എനിക്ക് വേണ്ട. എന്നെ സംബന്ധിച്ച് അങ്ങയുടെ ഈ ഇൻ്റർവ്യൂവിൽ അങ്ങ് ആരംഭിച്ച സമയത്ത് പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, ഒരു വലിയ നഗരത്തിൻ്റെ മേയറായി ഒരു ചെറിയ പെൺകുട്ടിയെ ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ചുമതലയേൽപ്പിക്കുകയാണ്. മറ്റാർക്കും കിട്ടാത്ത ഒരു പക്ഷേ ഈ നിമിഷം വരെ മറ്റാർക്കും കിട്ടാത്ത വലിയൊരു സാധ്യത, വലിയൊരു അംഗീകാരം, വലിയൊരു ചുമതല ഒരു 21 വയസ്സായ പെൺകുട്ടി, അത് ആര്യ രാജേന്ദ്രൻ എന്നുള്ള പേര് മാറ്റി വെക്കാം, ഒരു പെൺകുട്ടിക്ക് ഈ നാടും ഈ പാർട്ടിയും നൽകുകയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എന്നും നാളെ ഏതെങ്കിലും ചുമതലയിൽ വന്നാലും വന്നില്ലെങ്കിലും എൻ്റെ പാർട്ടിയോടും എന്നെ വിജയിപ്പിച്ച എന്നോടൊപ്പം ഉണ്ടായിരുന്ന ജനതയോടും നീതി പുലർത്തുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ ഈ രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അവരുടെയൊക്കെ വിചാരം എങ്ങനെയെങ്കിലും എല്ലാ സൈഡിൽ നിന്നും ഇതെല്ലാവരും ഒരുമിച്ച് പറഞ്ഞ് ആര്യ രാജേന്ദ്രനെ കൊണ്ട് CPIM-നെ ഒന്ന് തള്ളിപ്പറയിച്ചാൽ ഞങ്ങൾ ആര്യ രാജേന്ദ്രനെ കൈയടിക്കാം എന്ന നിലയിലുള്ള അത്തരം ചർച്ചകൾ അവസാനിപ്പിക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് മത്സരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അവിടെ ചുരുങ്ങിപ്പോകേണ്ടി വന്നേനെ. കാരണം അവിടുത്തെ കാര്യങ്ങൾ, ആ പ്രസംഗത്തിൽ അവിടുത്തെ മാത്രം കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വന്നേനെ. ഇപ്പോൾ ഇന്നും അതേ പാർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ സാധ്യതകൾ തുറന്നു തന്ന എൻ്റെ പാർട്ടി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തുറന്നു തന്നിരിക്കുന്നത് മറ്റൊരു വലിയ സാധ്യതയാണ് ഈ 101 വാർഡിലും പോയി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കാൻ. ഞാൻ ഇന്ന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്, DYFI രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ നിലയിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ 101 വാർഡുകളിലും നഗരസഭ നടത്തിയിട്ടുള്ള, സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ, ജനക്ഷേമ പ്രവർത്തനങ്ങളെ അവതരിപ്പിക്കുക തന്നെ ചെയ്യും എന്നതാണ് ആ വിഷയത്തിൽ എൻ്റെ മറുപടി. മറ്റൊന്ന്, ഈ 5 വർഷക്കാലമുണ്ടല്ലോ, ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എടുത്തു പറയാവുന്ന ആരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രവൃത്തി നേട്ടം, മേയർ എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് എന്താണ് എടുത്തു പറയാവുന്ന കാര്യം എന്താണ്? അല്ല, ഒരു മേയർ എന്ന നിലയിൽ എനിക്ക് ഏതെങ്കിലും ഒരു പ്രവൃത്തി എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, ഏത് മേഖല നമ്മൾ പരിശോധിച്ചാലും തിരുവനന്തപുരം നഗരസഭയ്ക്ക് കൃത്യമായ നേട്ടമുണ്ടാക്കാൻ, നഗരസഭയുടെ നേട്ടം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ നേട്ടമാണല്ലോ, ജനങ്ങളെ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ 5 വർഷം മുമ്പ് നമ്മുടെ നഗരം എങ്ങനെയായിരുന്നു, ഇന്ന് നമ്മുടെ നഗരം എങ്ങനെയാണ്, ഇവിടുത്തെ ജീവിത നിലവാരം എങ്ങനെയാണ് എന്നൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആര്യ, ഈ മേയർ നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നുവെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഒരു വാദം. അതുകൊണ്ട് നഗരസഭയിൽ ഭരണസ്തംഭനം ഉണ്ടാവുന്നു എന്നൊക്കെയാണ് ആരോപിച്ചിരുന്നത്. അങ്ങനെ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. KSRTC ഡ്രൈവറുമായുള്ള തർക്കം, അതുപോലെ തന്നെ കത്ത് വിവാദം, അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അല്ല, എനിക്ക് പ്രത്യേകിച്ച് അതിൽ ഒന്ന് കോടതിയിലിരിക്കുന്ന വിഷയമാണ്, അതിൽ കൂടുതൽ അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ പൊതുവേ നമ്മൾ കാണേണ്ട ഒരു വിഷയം, രാഷ്ട്രീയ രംഗത്ത് എപ്പോഴും വിമർശനങ്ങൾ ഉണ്ടാകും. ഭരണസ്തംഭനം ഉണ്ടായിരുന്ന ഒരു തദ്ദേശ സ്ഥാപനമാണ് തിരുവനന്തപുരം നഗരസഭ എങ്കിൽ ഈ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ നടന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എന്ത് വിവാദം വന്നാലും ഞാൻ എപ്പോഴും കരുതുന്നത് ജനങ്ങൾ പാർട്ടി ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്തമാണ്. നമുക്ക് നമ്മുടെ മറ്റു കാര്യങ്ങൾ, മറ്റു പ്രയാസങ്ങൾ കൊണ്ട് നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്തമല്ല എന്നെ സംബന്ധിച്ച് ഞാൻ വഹിക്കുന്നത്. അപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകും, ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക, ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കരുത്താർജിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കരുത്താർജിച്ച് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഈ വിമർശിക്കുന്ന ആളുകളുടെ തന്നെ പാർട്ടിയിലുള്ള സർക്കാർ, കേന്ദ്ര സർക്കാർ ഈ നഗരസഭയ്ക്ക് നൽകിയിട്ടുള്ള പുരസ്കാരങ്ങൾ, നമ്മളൊരു ഇൻ്റർവ്യൂവിൽ ഇതുപോലെ പറഞ്ഞാൽ തീരാത്തത്രയും പുരസ്കാരമാണ്. ഏത് വിമർശനമായിട്ട്, ഇപ്പോൾ മാലിന്യ സംസ്കരണത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരമുണ്ട്, ഏറ്റവും കൂടുതൽ നഗരത്തിലെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതിന് മികച്ച നഗരസഭയ്ക്കുള്ള ഗവേണൻസ് പുരസ്കാരമുണ്ട്, തുടങ്ങി
എണ്ണിയാലുടങ്ങാത്ത പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. നിങ്ങളുടെ കൂടി ഭാഗമായ സർക്കാരല്ലേ എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ ഉന്നയിക്കും. അത് മാറ്റിവെച്ച് രാഷ്ട്രീയപരമായി ഞങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്ന BJP നേതൃത്വം കൊടുക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിന് പോലും തിരുവനന്തപുരം നഗരസഭയെ നോക്കി ഇത്രയേറെ പുരസ്കാരങ്ങൾ, പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പുരസ്കാരം വരെ നഗരസഭയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ വരെ നഗരസഭയെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ ഇതൊന്നും നോക്കാതെ കേന്ദ്ര സർക്കാർ നഗരസഭ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം എന്ന നിലയിൽ ഒരു ഭരണസ്തംഭനം പറഞ്ഞപ്പോഴാണ് സുസ്ഥിര വികസനത്തിനുള്ള UN ഹാബിറ്റേറ്റ് അവാർഡ് അല്ലേ? രാജ്യത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത്. രാജ്യത്തിൽ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ് രാജ്യത്ത് ആദ്യമായി ആ പുരസ്കാരം കിട്ടുന്നത്. അപ്പോൾ UN-ന്റെ അവാർഡൊക്കെ വെറുതെയാണ് എന്ന് പറയുന്ന ആളുകളാണ് ഈ രാഷ്ട്രീയപരമായി ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. 5 വർഷത്തെ പ്രവർത്തനം ഇനി ചെയ്ത് തീർക്കേണ്ടതുണ്ട് എന്ന് ആര്യയ്ക്ക് തോന്നുന്ന മനസ്സിൽ ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇത് പോരാ, ഇനിയുമുണ്ട് ചെയ്യാൻ, അങ്ങനെ തോന്നുന്ന ഏത് മേഖലയാണുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ? ഞാൻ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്കെപ്പോഴും ഞാൻ പ്രധാനമായി കാണുന്ന ഒന്ന് നഗരപരിധിയിൽ വീടുകളില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക, അത് കുറച്ചുകൂടി ഫാസ്റ്റാക്കി ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു കൺസേൺ ആയിരുന്നു എപ്പോഴും. അതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീടുകൾ നൽകിയ നഗരസഭ തിരുവനന്തപുരം തന്നെയാണ്. പക്ഷെ അത് പൂർത്തീകരിക്കണം. അത് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് തീരുന്നൊരു കാര്യം അല്ലെങ്കിൽ പോലും അതൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിൽ. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കാണുകയാണ്. 2, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഗ്രീൻ ഇനിഷ്യേറ്റീവ്സ്, ഗ്രീൻ ട്രിവാൻഡ്രം എന്ന നിലയിൽ, കാർബൺ ന്യൂട്രൽ എന്ന നിലയിൽ നമ്മൾ എടുത്തിട്ടുള്ള പ്രവർത്തനം ഒരു തുടർന്നുള്ള ഭരണസമിതിക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം അല്ലെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അത് ചെയ്തു പൂർത്തിയാക്കണമെന്ന് വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നെങ്കിലും ചില നിയമപരമായ നടപടിക്രമങ്ങൾ, ചില ഫയൽ വർക്കുകൾ, സമയത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ കൊണ്ട് തീരാൻ കഴിയാത്തൊരു കാര്യം, നമ്മൾ ചെയ്യുന്ന ഈ കാർബൺ ന്യൂട്രൽ എന്നുള്ള ഇനിഷ്യേറ്റീവ്സിന് കാർബൺ ക്രെഡിറ്റുകൾ നമുക്ക് കിട്ടും. അതായത് നമ്മളിപ്പോൾ കാർബൺ ന്യൂട്രൽ എന്ന പദ്ധതിയുടെ ഭാഗമായി 115 ഇലക്ട്രിക് ബസ്സുകൾ നമ്മൾ കൊണ്ടുവന്നു. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും 515 കെട്ടിടങ്ങളിൽ സോളാർ സിസ്റ്റം സ്ഥാപിച്ചു. LED ലൈറ്റുകൾ, ട്യൂബ് ലൈറ്റ് ആയിരുന്ന കാർബൺ എമിഷനുള്ള ലൈറ്റുകളിൽ നിന്ന് LED സോളാർ ലൈറ്റിലേക്ക് നമ്മുടെ പൊതു നിരത്തിലുള്ള ലൈറ്റുകൾ മാറി. ഇതിനെല്ലാം നമുക്ക് കാർബൺ ക്രെഡിറ്റ്സ് കിട്ടും. ആ ക്രെഡിറ്റ്സ് ഉണ്ടാകുന്ന ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി തിരുവനന്തപുരം മാറിയേനെ കുറച്ചുകൂടി സമയമുണ്ടെങ്കിൽ അത് തുടർന്നുള്ള ഭരണസമിതി ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ. അതിനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ ചെയ്തു വെച്ചു. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് നമുക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതൊരു 2 കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പദ്ധതി ഞാൻ എപ്പോഴും ഓർത്തു വെച്ച് ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ എപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതീക്ഷ അതെങ്ങനെയാണ്? ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റിലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റിലേയിൽ ബാറ്റൺ അടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണസമിതിക്ക് കൈമാറുക എന്ന ചുമതലയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത്. ജനങ്ങളെല്ലാം, കേരളത്തിലെ പ്രത്യേകിച്ച് തലസ്ഥാനത്തെ ജനങ്ങൾ തിരുവനന്തപുരം നഗരസഭ ഇടതുപക്ഷത്തിനോടൊപ്പം ഉണ്ടാകും എന്ന് വലിയ പ്രതീക്ഷ തന്നെയാണ് അവരും മുന്നോട്ട് വെക്കുന്നത്. അതങ്ങനെ തന്നെ ആകട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നടത്തുന്നത്. ആര്യ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെങ്കിലും ആര്യയെ കാത്തിരിക്കുന്നത് വലിയ ചില ചുമതലകളാണ്, സ്ഥാനങ്ങളാണ് എന്നൊക്കെയാണ് കേട്ടത്. അതിൽ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധിക സമയമില്ല, 2026. അതിൽ ചില നിയോജക മണ്ഡലങ്ങളുടെ പേരുകൾ വരെ കേൾക്കുന്നുണ്ട്. അല്ല, അതൊക്കെ ആരാണ് ഈ പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ മറുപടികളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ മേയറായി എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് പല മാധ്യമങ്ങളുമാണ്. ഔദ്യോഗികമായി പാർട്ടിയോ പാർട്ടിയുടെ ഏതെങ്കിലും ഘടകമോ, ഏത് ഘടകമാണോ അത് പ്രഖ്യാപിക്കേണ്ടത്, ആ ഘടകമോ ഞാൻ മേയറാണ് എന്ന് എന്നെയോ പൊതുസമൂഹത്തിനോടോ അറിയിക്കാത്ത ഘട്ടത്തിലാണ് ഞാൻ മേയറായി എന്ന ബ്രേക്കിംഗ് എല്ലാ മാധ്യമങ്ങളും കൊടുത്തത്. പക്ഷേ ആ സമയത്ത് എല്ലാവരും എന്നോട് വന്ന് ചോദിച്ചു, എന്താണ് മേയറായാൽ ചെയ്യാൻ വേണ്ടി കഴിയുന്ന കാര്യമെന്ന് ചോദിച്ചാൽ അന്ന് പറഞ്ഞ അതേ മറുപടിയേ ഇന്ന് എനിക്കുള്ളൂ. പാർട്ടി ഔദ്യോഗികമായി പറയാത്ത ഒരു കാര്യവും ആഗ്രഹിക്കാൻ പോലും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ചിന്തിക്കുകയോ അതിനുവേണ്ടി ശ്രമിക്കുകയോ നാളെ എന്ത് സംഭവിക്കും എന്ന് കരുതി ഇന്നേ നമുക്ക് കുപ്പായിട്ട് നിൽക്കാൻ പറ്റുന്നൊരു പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. ഞങ്ങൾക്ക് ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടണം. അതിൽ പാർലമെൻ്ററി രംഗത്ത് നിന്നാൽ മാത്രമേ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ കഴിയൂ എന്നൊന്നുമുള്ള ഒരു ധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും, ഏത് രീതിയിലാണ്, ഏത് ചുമതലയാണ് വഹിക്കുന്നെങ്കിലും പാർലമെൻ്ററി രംഗത്ത് നിന്നാലേ എനിക്ക് നാടിനെ സേവിക്കാൻ കഴിയൂ എന്ന ചിന്താഗതി
എന്നെ സംബന്ധിച്ചോ എൻ്റെ പാർട്ടിയെ സംബന്ധിച്ച് എൻ്റെ പാർട്ടി സഖാക്കളുടെ ഇടയിലോ ഇല്ലാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊന്നും ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ ഈ പ്രചരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പോൾ പറഞ്ഞല്ലോ മേയർ സ്ഥാനത്തേക്ക് എത്തും എന്ന കാര്യം പാർട്ടി പറയുന്നതിന് മുമ്പ് ചാനലുകളിൽ പറഞ്ഞാണ്, ചാനലുകളിൽ നിന്ന് വിളിച്ച് ചോദിച്ചാണ് ഒക്കെ കേട്ടതെന്ന് പറഞ്ഞു. അതുപോലെ ആവില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ചിലപ്പോൾ. ഞാനതിനെ അങ്ങനെ ഒരു ഗൗരവത്തോടു കൂടി അത്തരം ഭാവിയിൽ നടക്കാൻ വരുന്ന കാര്യങ്ങളെ, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു ചുമതല വരും, അതാ ഞാൻ പറഞ്ഞു, ഭാവിയിൽ ഒരു ചുമതല വരും എന്ന് കരുതി നമുക്ക് ഇന്ന് അതിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറായി നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മേയർ ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താലും ഒഫീഷ്യലി അടുത്ത കൗൺസിൽ ചുമതല ഏൽക്കുന്നത് വരെ നമുക്ക് നമ്മുടെ ദൈനംദിന ആക്ടിവിറ്റീസ്, കോർപ്പറേഷൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കണം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു ചുമതലയുണ്ട്. അത് കഴിഞ്ഞാൽ ഇതൊരു ബാറ്റൺ കൈമാറുന്നത് പോലെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു കൗൺസിലിന് ഈ ബാറ്റൺ കൈമാറിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായുമുള്ള പ്രവർത്തനം നടത്തും. ഭാവി കാര്യങ്ങളെല്ലാം പാർട്ടി ഏത് ഘട്ടത്തിലാണോ അത് ആലോചിക്കേണ്ടത്, അത് ഏത് ഘടകമാണോ ആലോചിക്കേണ്ടത്, ആ ഘടകം ആലോചിച്ച് പൊതുജനങ്ങളോട് പറയുമ്പോൾ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ആ സമയത്ത് അതിൻ്റെ തീരുമാനങ്ങൾ വരുമെന്നുള്ളതാണ്. അതിൽ ഞാൻ എടുത്തു പറയുന്ന, ഈ ചോദിക്കുന്നുണ്ട് ഞാൻ എടുത്തു പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സ്ഥാനമോ ഏതെങ്കിലും പദവിയോ ഒന്നും ആയിരിക്കരുത് ഞങ്ങളുടെ പ്രവർത്തനത്തെ വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വിലയേറിയ അഭ്യർത്ഥന. ആര്യയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരിക്കും, പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയം അങ്ങനെയേ അല്ല. എന്തെങ്കിലും സ്ഥാനം വേണം, ഏതെങ്കിലും സ്ഥാനത്ത് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് രാഷ്ട്രീയക്കാരിൽ ഭൂരിഭാഗവും. ആര്യയുടെ തിരിച്ചാണെങ്കിൽ നല്ലത്. 21 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇങ്ങനൊരു സ്ഥാനത്ത് വരുമ്പോൾ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. അഭിനന്ദനങ്ങളെക്കാൾ കൂടുതൽ വിമർശനങ്ങൾ വരുന്നു. അതൊക്കെ പിടിച്ചു നിൽക്കുമ്പോൾ വലിയൊരു സമ്മർദ്ദം തോന്നിയിട്ടുണ്ടാവില്ലേ എപ്പോഴെങ്കിലുമൊക്കെ? എനിക്ക് അങ്ങനെ ഒരു സമ്മർദ്ദം തോന്നിയിട്ടില്ല. ഞാൻ അത്തരം കാര്യങ്ങളെ വളരെ പോസിറ്റീവായി എടുക്കുന്ന ഒരാളാണ്. നമ്മളെ വിമർശിക്കുന്നതിന് അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രയാസം അവർക്ക് ഈ വിമർശിക്കുന്നവർക്കും ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഇപ്പോൾ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാട് ലോകരാജ്യങ്ങൾ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ന്യൂയോർക്കിലെ മേയറിൻ്റെ പഴയ ഒരു പോസ്റ്റ്, അദ്ദേഹം എങ്ങനെയുള്ള മേയറാണ് ന്യൂയോർക്കിന് ആവശ്യം എന്ന് സൊഹ്റാൻ മംദാനി ട്വീറ്റ് ചെയ്തത് എൻ്റെ ഒരു ചിത്രം വെച്ചിട്ടാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. അപ്പൊ ലോകരാജ്യങ്ങൾ തന്നെ അംഗീകരിക്കുന്ന കാര്യം. അതെ, ഈ ചരിത്രം അറിയാത്തവരാണ് അതിൽ പോലും കളിയാക്കലുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു തീരുമാനം വളരെ ഞെട്ടലോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി ആളുകൾ ഏറ്റെടുത്ത ഒരു തീരുമാനത്തെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എതിർത്തവരുണ്ട്. അതിൽ പ്രത്യേകിച്ച് സമ്മർദ്ദമൊന്നും എനിക്ക് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എപ്പോഴും പ്രായം കുറഞ്ഞ ആളായി അറിയപ്പെടണോ, നിങ്ങൾക്ക് നന്നായി പ്രവർത്തിച്ച ഒരാളായി അറിയപ്പെടണോ എന്ന് ചോദിച്ചാൽ നന്നായി പ്രവർത്തിച്ച ഒരാളായി അറിയപ്പെടണം എന്ന് തന്നെയാണ്. വളരെയധികം നന്ദി ആര്യ. ആര്യയുടെ പാർട്ടി ഏതായാലും ആര്യ ഇനിയും വലിയ ചുമതലകൾ ഏൽപ്പിക്കും. അതൊക്കെ കാര്യക്ഷമമായി നിർവഹിക്കാൻ ആര്യയ്ക്ക് കഴിയട്ടെ. വളരെ നന്ദി.